to the first preference vote secured by each candidate. The postal ballot has been treated as returned and cancelled as the elector declined to cast his vote. 767 votes were polled, out of which 752 were valid and 15 were invalid. The quota sufficient to get a candidate elected as vice president was determined by dividing the total number of first preference votes secured by both the candidates by 2 and then adding 1 to the quotient. The said quota was 377. As all of you are aware, the value of votes for the presidential election is 1. Shri Buchi Reddy Sudarshan Reddy has secured 300 first preference votes and Shri C.P. Radhakrishnan has secured 452 first preference votes. As the first preference votes secured by Shri C.P. Radhakrishnan was greater than the requisite quota, in pursuance of provisions contained in Section 11 of the Presidential and Vice Presidential Elections Act 1952, 31 of 1952, read with Rule 35 of the Presidential and Vice Presidential Election Rules 1974, I, P.C. Modi, the returning officer for the Vice Presidential Election 2025, hereby declare that Shri C.P. Radhakrishnan, Jal Bhushan, Raj Bhavan, Walkeshwar Road, Malabar Hill, Mumbai, has been duly elected to the office of Vice President of India. The result is being sent to the Election Commission of India and the Ministry of Law and Justice as per the extant provisions under Section 12 of the Presidential and Vice Presidential Election Act 1952 and Rule 35 of the Presidential and Vice Presidential Election Rules 1974. Overall, the 17th Vice Presidential election was conducted in a free, fair and orderly manner. I would like to take this opportunity to thank the candidates and their authorized representatives for their cooperation, which facilitated early completion of the proceedings. Thank you. C.P. രാധാകൃഷ്ണൻ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ഇന്ന് നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ കാൻഡിഡേറ്റായി മത്സരിച്ച C.P. രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി വിജയിച്ചിരിക്കുന്നു. ബി സുദർശൻ റെഡ്ഡി, ഇന്ത്യ സെക്രട്ടറി ബി സുദർശൻ റെഡ്ഡിയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഉപരാഷ്ട്രപതി ഫലപ്രഖ്യാപനമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടത്. 752 വോട്ടുകളാണ് ആകെ കണക്കൂട്ടിയത്. 300 വോട്ടുകൾ സുദർശൻ റെഡ്ഡിക്കും 452 വോട്ടുകൾ C.P. രാധാകൃഷ്ണനും ലഭിച്ചിരിക്കുന്നു. പോൾ ചെയ്യപ്പെട്ടത് ആകെ 767 വോട്ടുകളാണ്. ഇതിൽ 752 വോട്ടുകൾ മാത്രമാണ് സാധുവായത്, ബാക്കി വോട്ടുകൾ അസാധുവായി. ഇതിനു പുറമെ BRSും BJDയും ശിരോമണി അകാലിദളിന്റെ ഒരു MP-യും ഈ പറഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിട്ടു നിന്നിരുന്നു. അങ്ങനെ ആകെ പോൾ ചെയ്ത വോട്ടിൽ 752 സാധുവായ വോട്ടുകളിൽ 452 വോട്ടുകൾ നേടിയാണ് എൻ.ഡി.എ കാൻഡിഡേറ്റായ C.P. രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 70ാമത് ഉപരാഷ്ട്രപതിയെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ബൽറാം നടുകാണ് ചെയ്യുന്നത്. ബൽറാം, എങ്ങനെയാണ് വോട്ടിംഗ് നില? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ C.P. രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയാകുന്നു. സുഹൈൽ, തീർച്ചയായും നേരത്തെ പ്രതീക്ഷിച്ചതിന് സമാനമായി തന്നെ എൻ.ഡി.എ സ്ഥാനാർത്ഥി C.P. രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അല്പസമയം മുമ്പാണ്, ഏതാനും നിമിഷം മുമ്പാണ് വോട്ടെണ്ണൽ പൂർത്തിയായി. ഭരണാധികാരി രാജ്യസഭാ സെക്രട്ടറി ജനറൽ P.C. മോദി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 752 സാധുവായ വോട്ടുകളാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. 767 പേർ വോട്ട് ചെയ്തു. അതിൽ 752 വോട്ടുകളാണ് സാധുവായ വോട്ടുകൾ. ഈ വോട്ടുകളിൽ പ്രിഫറൻസ് വോട്ടുകളാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി രേഖപ്പെടുത്തുന്നത്. അതിൽ ഒന്നാം വോട്ടുകൾ 452 വോട്ടുകളാണ് C.P. രാധാകൃഷ്ണന്, എൻ.ഡി.എ സ്ഥാനാർത്ഥി C.P. രാധാകൃഷ്ണന് ലഭിച്ചത്. അതേസമയം പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത് 300 വോട്ടുകളാണ്. ഇതിനെ തുടർന്ന് C.P. രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി C.P. രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വാശിയേറിയ മത്സരമാണ് ഇത്തവണ നടന്നത് എങ്കിൽ പോലും വലിയ ഒരു വിജയം തന്നെ. നേരത്തെ 427 വോട്ടുകൾ നേടും എന്നായിരുന്നു എൻ.ഡി.എ അല്ലെങ്കിൽ BJP അവകാശപ്പെട്ടിരുന്നത്. അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എൻ.ഡി.എക്ക് ലഭിച്ചിരിക്കുന്നു. 3 പാർട്ടികളും ആണ്
ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. BRS ബഹിഷ്കരിച്ചിരുന്നു, ഒപ്പം തന്നെ BJD ബഹിഷ്കരിച്ചിരുന്നു. കൂടാതെ ശിരോമണി അകാലിദളും ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരത്തിൽ 14 MP-മാർ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട്. എങ്കിൽ പോലും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉയരുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ഫലം എന്നുള്ളത്. അസാധുവായ വോട്ടുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. 300 വോട്ടുകളാണ് സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ക്രോസ് വോട്ടിങ്ങും ഒപ്പം തന്നെ അസാധു വോട്ടുകളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്. 324 വോട്ടുകൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടതാണ്.